യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം കാണാതെ പറയാമോ? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഈ നിലവിളി വെറും നിലവിളിയല്ല, ഈ നിലവിളിയുടെ അപ്പുറത്ത് ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ടൊക്കെ കുവൈറ്റിലുള്ള ഭർത്താവിനോട്, ഒമാനിലുള്ള ഭാര്യയോട്, അമേരിക്കയിലുള്ള മോനോടൊക്കെ സംസാരിക്കണമെങ്കിൽ ഫോൺ കോൾ ബുക്ക് ചെയ്യണം. സ്തോത്രം. എക്സ്ചേഞ്ച് വിളിച്ച് പറയണം, സ്തോത്രം, എൻ്റെ കുവൈറ്റിലുള്ള മോൻ്റെ നമ്പർ ഇതാണ്, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അന്നേരം അവർ പറയും, ഉച്ച കഴിയുമ്പോൾ ഫോണിനടുക്കൽ ഇരുന്നോണം, കിട്ടുന്നതനുസരിച്ച് വിളിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 3:30 ആകുമ്പോൾ ഒരു ഫോണ് നമ്മൾ ചെന്ന് എടുക്കുമ്പം, ഹലോ, പറയും എക്സ്ചേഞ്ചിൽ നിന്നാണ്, കട്ട് ചെയ്യരുത്, മോൻ ലൈനിലുണ്ട്, സംസാരിച്ചാട്ട്. അങ്ങനെ സംസാരിച്ച്. ഇപ്പം അങ്ങനെ വല്ലതും ആണോ? ഇവിടെ കുത്തുകയും അവിടെ ബെല്ലടിക്കുക ഒന്നിച്ച. കുത്തിയ കൈ ഫോണിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ അവിടെ ബെല്ലടിക്കും. അടുക്കലുണ്ട് ആൾ വിളി, ഹലോ. ശ്രദ്ധിക്കണം, നീ വിളിക്കുന്ന ഫോൺ കോളിന് അറ്റത്ത് വിളി കേൾക്കുന്ന ഒരു കാതുണ്ട്. ഒരാമയും വരുന്നില്ല. നിനക്കാരുണ്ടെന്ന് ചോദിക്കുന്നവരോട് ഉത്തരം, വിളിച്ചാൽ വിളിപ്പുറത്ത് എൻ്റെ ദൈവം നിൽപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായ കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും ദൈവത്തെ വിളിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. അത് 14 ദിവസം സൂര്യൻ ഉദിച്ചില്ലേലും പൗലോസ് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ മറുപടി വരും. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. എനിക്ക് വിട്ടിരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂതുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നീ അറിയാത്തതും മഹത്വവും എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്ന് ചില അറിവ് എനിക്ക് ഉണ്ടാകണം. എൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് അറിയണം. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എനിക്ക് അറിയണം ദൈവത്തിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയാം, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവം വെളിപ്പെടുത്താൻ പോകുക. എത്ര പേർ അമ്മയെന്ന് ആമീൻ പറയും? നീ തകർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന് നിന്നെ മാനിക്കാനുണ്ട്. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. 34-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ചിലരോട് ഞാൻ ദൂത് പറയുക, ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടം, ശരീരത്തിൽ കഷ്ടം, കുടുംബത്തിൽ കഷ്ടം, വ്യക്തിപരമായ ജീവിതത്തിൽ കഷ്ടം ആരെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിലവിളിയുടെ മുമ്പിൽ മറുപടിയുമായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. വാക്യം ശ്രദ്ധിച്ച, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും, അല്പകഷ്ടത്തിൽ നിന്നല്ല, സകല കഷ്ടത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട് ഞാനൊരു ദൂത് പറയാം. നീ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നീക്കുപോക്കില്ലാത്ത വിഷയം ഒരു നിലവിളിയിൽ തീരും. നീ നിലവിളിക്കുമ്പോൾ നിന്നെ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. നിന്റെ വീട്ടിൽ എല്ലാവരും നിലവിളിക്കത്തില്ല, പക്ഷെ നീ നിലവിളിക്കുന്നയാളാ. നിന്റെ ഒരാടെ നിലവിളി മതി. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനം വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. 6-ാമത്തെ വാക്യം, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. മനുഷ്യനോട് ഒന്നും നിലവിളിക്കല്ല. ആരോടെ നിലവിളിക്കാവൂ? എൻ്റെ ദൈവത്തോട് നിലവിളിക്കാൻ നല്ലത് അറയിൽ കടന്ന് വാതിലടച്ച് നിലവിളിക്ക, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്തുക. 18-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചേ, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു,
എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി വിറച്ചു. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ. എന്നോട് ദൈവാത്മാവ് ദൂത് പറയാം, നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവം തയ്യാറാണ്. നിന്റെ നിലവിളി ദൈവത്തിന്റെ മുമ്പിൽ എത്തിയാൽ